റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മുഹമ്മദ് ആട്ടൂർ, അതായത് മാമി തിരോധാന അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിനുള്ള സമാനതകളില്ലാത്ത വെല്ലുവിളിയാണ് ഇപ്പോൾ ഏറെ ദുഷ്കരമാകുന്നത്. എന്തുകൊണ്ടാണ് അന്വേഷണം CBIയിലേക്ക് എത്താത്തതെന്ന സംശയവും ശക്തമാണ്. സ്വർണ്ണക്കടത്ത് ലോബി മാമിയെ കൊന്നുവെന്ന സംശയം സജീവം. മാമിയുടെ തിരോധാനത്തിൽ തെളിവ് നശീകരണവും സംഭവിച്ചു കഴിഞ്ഞു. വൻ മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്നാണ് സൂചനയും. 2023 ഓഗസ്റ്റ് 21-നാണ് മാമിയെ കാണാതായത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിൽ 22-ന് ഉച്ചവരെ അത്തോളി പറമ്പത്ത് തലക്കുളത്തൂർ ഭാഗത്ത് ഉള്ളതായി കണ്ടെത്തിയിരുന്നു. പിന്നീട് 147 പേരെ ചോദ്യം ചെയ്തു. 1000-ലേറെ ഫോൺ കോളുകൾ പരിശോധിച്ചു. തലക്കുളത്തൂർ മൊബൈൽ ടവർ ടമ്പ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ കേസിന് തുമ്പുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന് ഏറെ വെല്ലുവിളിയാണ്. കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവി നടക്കാവ് അന്വേഷണ സംഘത്തിൽ നിന്ന് പരിശോധിച്ചിരുന്നു. തുടർന്നാണ് ഇന്നലെ ഉത്തരവിറക്കിയത്. കോഴിക്കോട് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല. അതിവേഗ അന്വേഷണത്തിനാണ് നിർദ്ദേശം. എല്ലാം പോലീസ് മേധാവി നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാറിനെതിരെ ആരോപണമുള്ള സാഹചര്യത്തിലാണ് തീരുമാനം. അന്വേഷണ സംഘത്തലവനായ മലപ്പുറം SP S ശശിധരൻ കേസ് CBIക്ക് കൈമാറാമെന്ന് നേരത്തെ DGPയെ അറിയിച്ചിരുന്നു. കേസ് അന്തിമഘട്ടത്തിലാണെന്ന റിപ്പോർട്ടും കണ്ടെത്തിയ തെളിവുകളും പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചു. കേസ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ കേസ് ഹൈക്കോടതി ഒക്ടോബർ 1-ന് വാദം കേൾക്കും. അതിനു മുമ്പ് ക്രൈംബ്രാഞ്ച് ഈ കേസിൽ നിഗമനങ്ങളിലെത്തും. അതിനുശേഷം കോടതിയെ അറിയിക്കും. മാമിയുടെ തിരോധാനം CBI അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് MK മുനീർ MLA നിയമസഭയിലും ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ADGP MR അജിത് കുമാർ കോഴിക്കോട് സിറ്റി ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ V സുരേഷിനെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘത്തെയാണ് അന്വേഷണം ഏൽപ്പിച്ചത്. മാമി തിരോധാന കേസിൽ അജിത് കുമാർ ഇടപെട്ടുവെന്ന് PV അൻവർ MLA ആരോപണമുന്നയിച്ചതോടെ വിവാദം ആളിക്കത്തി. മാമിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചെങ്കിലും അറസ്റ്റ് നടപടികളിലേക്കുള്ള തെളിവുകൾ ലഭിച്ചില്ല എന്നതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അന്വേഷണം നീണ്ടുപോയ സാഹചര്യത്തിലാണ് മാമിയുടെ ബന്ധുക്കൾ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയല്ലെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചത്. ഇതിനിടയിലാണ് അൻവർ ആരോപണം ഏറ്റെടുത്തത്. അങ്ങനെ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചും എത്തി. ക്രൈംബ്രാഞ്ച് കോഴിക്കോട് റേഞ്ച് IG P പ്രകാശിന്റെ മേൽനോട്ടത്തിലാണ് സംഘം പ്രവർത്തിക്കുക. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP പ്രേമൻ U ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കോഴിക്കോട് വയനാട് ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളിലെ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർമാരായ ഷാരോൺ CS, രതീഷ് കുമാർ R, അഭിലാഷ് P, സിബി തോമസ് എന്നിവരെ കൂടാതെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP-യും സംഘത്തിലുണ്ടാകും. സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷ് ആണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചത്. മാമിയുടെ തിരോധാനത്തിൽ ADGP MR അജിത് കുമാറിനെ ആരോപണ നിഴലിൽ നിർത്തി PV അൻവർ MLA രംഗത്ത് വന്നിരുന്നു. പിന്നാലെ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മാമിയുടെ കുടുംബം ഹൈക്കോടതിയിൽ ഹർജിയും നൽകി. ഈ ഹർജി കോടതി പരിഗണിക്കാനിരിക്കെയാണ് പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം രൂപീകരിച്ചത്.